മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരമാണ് വിൻസി അലോഷ്യസ്. റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത്. പിന്നീട് ബിഗ് സ്ക്രീനിൽ സജീവമായവരേറെയാണ്. നായികനിലൂടെയായിരുന്നു വിൻസി അലോഷ്യസ് ശ്രദ്ധിക്കപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴിതാ ഷോയിലെ മത്സരാർത്ഥിയായിരുന്ന ആഡിസും വിൻസിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മീറ്റ് ദ ഫാമിലി എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത്. ഇതൊരു പ്രൊജക്ടിൻ്റെ പൈലറ്റ് ഷൂട്ട് ചിത്രങ്ങളാണെന്നും വിൻസി വ്യക്തമാക്കിയിരുന്നു. ഇവരുടെ കല്യാണം കഴിഞ്ഞോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. നായികനിലെ മിലിറ്ററി രംഗമായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത്. റൊമാൻറ്റിക് രംഗത്ത് മികച്ച പ്രകടനമായിരുന്നു ഇരുവരും കാഴ്ചവെച്ചത്. അതുതന്നെയാണ് മനസ്സിലേക്ക് വന്നതെന്നായിരുന്നു കമൻറ്റുകൾ. ആഡിസും വിൻസിയും വിവാഹിതരാവാൻ പോവുകയാണെന്നായിരുന്നു മിക്കവരും കരുതിയത്. എന്നാൽ സംഭവമെന്ന് ക്യാപ്ഷനിലൂടെ കൃത്യമായി പറഞ്ഞെങ്കിലും പലരും മനസ്സിലാക്കിയിരുന്നില്ല. വേഷം കണ്ടപ്പോൾ വിവാഹമാണെന്നായിരുന്നു കരുതിയതെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത്. അതേസമയം ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്തിയ പ്രമുഖ നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് വലിയ വാർത്തയായിരുന്നു. തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് വിൻസി തുറന്നു പറച്ചിൽ നടത്തിയത്. ലഹരി ഉപയോഗമുള്ള സിനിമാ സെറ്റുകളിൽ ഇനി മുതൽ സഹകരിക്കില്ല എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിൻസി അലോഷ്യസ് തുറന്നു പറഞ്ഞിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിനിടയിലാണ് തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ചും വിൻസി വിശദീകരിച്ചത്. ഇതുപോലെയുള്ള താരങ്ങൾക്കിപ്പോഴും സിനിമകൾ ലഭിക്കുന്നതായും വിൻസി പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി സിനിമ ചെയ്യില്ല എന്ന് വിൻസി പറഞ്ഞത്. വലിയ പ്രാധാന്യത്തോടെ എൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വാർത്തയാക്കി. പക്ഷേ ആ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണമെന്ന് തീരുമാനിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ തന്നെ തുറന്നു പറഞ്ഞാൽ വായനക്കാർക്ക് പുതിയ കഥകൾ മെനയേണ്ടതില്ലല്ലോ. ഒരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയുടെ പ്രധാന നടനിൽ നിന്നുമാണ് എനിക്കൊരു മോശം അനുഭവമുണ്ടായത്. അയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു. ഞാൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ശരിയാക്കാനായി ഞാനൊരു ഭാഗത്തേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വേണമെങ്കിൽ ഞാനും കൂടെ വരാമെന്ന്, വസ്ത്രം ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ആ വ്യക്തിയുമായി സിനിമയിൽ തുടർന്ന് സഹകരിച്ചു പോകാൻ വല്ലാതെ ബുദ്ധിമുട്ടി. മറ്റൊരു ദിവസം ഒരു സീൻ എടുക്കുന്നതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയം ഈ നടൻ വായിൽ നിന്നും വെള്ളപ്പൊടി തുപ്പുകയാണ്. ഇതിൽ നിന്നും സിനിമാ സെറ്റിൽ പരസ്യമായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായി. ഇവരെ പോലുള്ളവർ ശല്യമായി മാറുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെടുന്നവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കില്ല. എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ സിനിമയുടെ സംവിധായകനോട് സംസാരിച്ചു. അയാൾ പ്രധാന താരമാണല്ലോ, ഉപദേശിക്കുന്നതിന് പരിധിയുണ്ട്. പിന്നീട് എന്നോട് കേണപേക്ഷിച്ചാണ് അവർ സിനിമ പൂർത്തിയാക്കിയത്. ആ സിനിമ നല്ലതായിരുന്നു. പക്ഷേ ആ നടനിൽ നിന്നുള്ള അനുഭവം വളരെയധികം മോശമായിപ്പോയി. ലഹരി ഉപയോഗിക്കുന്നു എന്നറിയുന്ന സെറ്റിൽ ഞാനിനി അഭിനയിക്കില്ല എന്ന തീരുമാനമെടുത്തത് ഇതുകൊണ്ടാണ്. എൻ്റെ ഒരു മുൻ പ്രസ്താവനയുടെ പേരിൽ ജനങ്ങൾ ഓരോന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. സിനിമയിൽ അവസരം കുറയുമ്പോൾ പ്രയോഗിക്കുന്ന ബുദ്ധിയല്ലേ ഇതെന്ന് ചോദിക്കുന്ന ചിലരുമുണ്ട്. സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തുറന്നു പറയാനുള്ള മനോധൈര്യം എനിക്കുണ്ട്. സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സിനിമയില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ സാധിക്കും. ലഹരിയെ പരസ്യമായി പിന്തുണയ്ക്കാൻ എനിക്കാകില്ല എന്നായിരുന്നു വിൻസി പറഞ്ഞത്. പിന്നീട് ആ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന വിവരവും പുറത്തെത്തിയിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിനോട് പരാതി നൽകില്ലെന്നായിരുന്നു വിൻസിയുടെ നിലപാട്. എന്നാൽ ഫിലിം ചേംബറിനും അമ്മ സംഘടനയ്ക്കും നടി പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ഷൈൻ നടിയോട് മാപ്പ് പറയുകയും ചെയ്തു. ഷൈൻ മാപ്പ് പറഞ്ഞ ശേഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ വിൻസി തയ്യാറായില്ല. സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട് പുതിയ അഭിമുഖത്തിലും വിൻസി സംസാരിക്കുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള വോയിസ് എനിക്കുണ്ടോ എന്നറിയില്ല. നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി കണ്ട് ഏറ്റെടുക്കണം. ഒരാളുടെ വ്യക്തിജീവിതവും പേഴ്സണൽ ജീവിതവും രണ്ടാണ്. രണ്ടും ബന്ധപ്പെടുത്തി സിനിമയുടെ ഭാവി ഇല്ലാതാക്കരുതെന്നും വിൻസി പറഞ്ഞു. വിവാദങ്ങൾ ഷൈൻ ടോം ചാക്കോയുടെ കരിയറിനെ ബാധിക്കില്ലെന്നും ശബ്ദമുയർത്തിയ വിൻസിക്കാണ് സംഭവിക്കുകയെന്നും അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതേസമയം നടനെതിരെ പ്രതികരിച്ചതിൽ നിരവധി പേർ വിൻസിയെ അഭിനന്ദിച്ചു. WCC സംഘടനയും സിനിമാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഷൈൻ ടോം ചാക്കോയെ വിമർശിക്കുകയും ചെയ്തു. ഇത്തരം ധീരമായ നിലപാട് സ്വീകരിക്കുന്നവരെ സിനിമാ മേഖലയിലുള്ളവർ സംരക്ഷിക്കണമെന്നും അതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലെന്ന് ഉറപ്പാക്കേണ്ടത് സിനിമാ മേഖലയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി MP രാജേഷും പറഞ്ഞിരുന്നു. അവർ എന്നോട് സംസാരിച്ചിരുന്നു. ഉറച്ച നിലപാട് സ്വീകരിച്ചതിൽ അവരെ അഭിനന്ദിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത്
ധീരമായ നിശ്ചയദാർഢ്യത്തോടെയുള്ള നിലപാടാണ്. അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ സിനിമാ മേഖലയിലെ എല്ലാവരും മുന്നോട്ട് വരികയാണ് വേണ്ടത്.